ശ്രീരാമചരിതത്തിലേക്ക് എല്ലാ ബന്ധുജനങ്ങൾക്കും സുസ്വാഗതം. ത്രേതായുഗത്തിലാണ് വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രന്റെ ജീവചരിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതേതാണ്ട് ചരിത്രപരമായി നോക്കിയാൽ 7000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ ത്രേതായുഗം, ആ യുഗത്തിന് ശേഷം പിന്നീട് ഒരു 1000-1500 വർഷങ്ങൾക്ക് ശേഷം മഹാഭാരത കാലഘട്ടമായി, ശ്രീകൃഷ്ണന്റെ ജീവിതകാലമായി. മഹാഭാരതത്തിൽ 18 അധ്യായങ്ങളുണ്ട്. മഹാഭാരതത്തിലെ അധ്യായങ്ങളെ പർവങ്ങൾ എന്ന് തിരിച്ചിരിക്കുന്നു. 18 പർവങ്ങളിൽ ഒരു പർവമാണ് വനപർവം എന്നുള്ളത്. ഈ വനപർവത്തിൽ 273 അധ്യായം മുതൽ 292 അധ്യായം കൂട്ടിച്ചേർത്ത് 20 അധ്യായങ്ങളിലായി രാമചരിതം വേദവ്യാസൻ എഴുതി വച്ചിട്ടുണ്ട്. ആ കഥാസന്ദർഭം ഇങ്ങനെയാണ്. വനവാസ സമയത്ത് കാട്ടിൽ അലഞ്ഞു നടന്ന യുധിഷ്ഠിരന്റെ മനസ്സിൽ ഒരു വിഷമം വന്നു. താൻ എത്ര ദുഃഖിതനാണ്, താൻ എത്ര വിഷമങ്ങൾ അനുഭവിക്കുന്നു. തന്നെ കാണാൻ വന്ന മാർക്കണ്ഡേയ മാമുനിയോട് യുധിഷ്ഠിരൻ തന്റെ വിഷമം പറയുന്നുണ്ട്. മാമുനെ, എന്നെ പോലെ ദുഃഖം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മാമുനി പറഞ്ഞു, നിന്റെ ദുഃഖമൊക്കെ എന്തു ദുഃഖമെടാ യുധിഷ്ഠിര. നീ ദാശരഥി രാമന്റെ ദുഃഖത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജീവചരിത്രം പഠിച്ചിട്ടുണ്ടോ? ശ്രീരാമഭദ്രൻ അനുഭവിച്ച ദുഃഖമൊന്നും നീ അനുഭവിച്ചിട്ടില്ല. വേണമെങ്കിൽ ആ ചരിതം ഞാനൊന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വാൽമീകി എഴുതിയ രാമചരിതത്തെ ചുരുക്കി മഹാഭാരതത്തിലെ വനപർവത്തിൽ യുധിഷ്ഠിരനോട് മാർക്കണ്ഡേയ മാമുനി അവതരിപ്പിക്കുന്ന തരത്തിൽ എഴുതി വച്ച രാമായണം നമുക്ക് മഹാഭാരതത്തിന്റെ ഉള്ളിൽ ലഭ്യമാണ്. അതിൽ 20 അധ്യായങ്ങളിലായി 3008 വരികളിലായി മാർക്കണ്ഡേയ മാമുനി നമുക്ക് രാമചരിതം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ രാമായണത്തെ സംബന്ധിച്ച നമ്മുടെ രണ്ടാമത്തെ ഗ്രന്ഥമാണ് മഹാഭാരതത്തിന്റെ ഉള്ളിൽ, വനപർവത്തിന്റെ ഉള്ളിലുള്ള വേദവ്യാസൻ നമുക്ക് സമ്മാനിച്ച വാൽമീകി രാമായണത്തെ കാച്ചിക്കുറുക്കി 20 അധ്യായങ്ങളിലൂടെ 3008 വരികളിലൂടെ നമുക്ക് സമ്മാനിപ്പിച്ച മഹാഭാരതത്തിന്റെ ഉള്ളിലുള്ള, വനപർവത്തിന്റെ ഉള്ളിലുള്ള രാമചരിതം. ഇങ്ങനെ നമ്മൾ വാൽമീകി മഹർഷിക്ക് ശേഷം രണ്ടാമത്തെ രാമചരിതം പരിചയപ്പെടുന്നു. അത് മഹാഭാരതത്തിലാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നാം കൂടുതൽ മഹാഭാരതത്തിലൂടെയും രാമായണത്തെ പഠിക്കാൻ തയ്യാറെടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.